രചന രാജി ഷാജി. അവതരണം ഷാഹുൽ മലയിൽ. എഡിറ്റിംഗ് ഫൈസൽ സി എന്നൂഞ്ഞേരി. ഗുഡ് മോർണിംഗ് അപ്പച്ച. ഉമ്മർത്തിരുന്ന് പേപ്പർ വായിക്കുന്ന ജോണിന് ചായക്കപ്പ് നീട്ടി ജെനി പുഞ്ചിരിയോടെ പറഞ്ഞു. ആ ഗുഡ് മോർണിംഗ് മോളെ. ജോൺ അതേ പുഞ്ചിരിയോടെ അവിടെ കയ്യിൽ നിന്ന് ചായ വാങ്ങി. ഇന്നെന്താ അപ്പച്ച പേപ്പറിൽ വിശേഷം? ജോണിനടുത്തുള്ള ചെയറിലിരുന്നുകൊണ്ട് ജെനി ചോദിച്ചു. ഓ എന്നത്തെയും പോലെ തന്നെയാ മോളെ. പിടിച്ചുപറിയും കൊലപാതകവും പീഡനങ്ങളും അപകടങ്ങളും ഒക്കെ ഇപ്പോൾ വന്ന് പേപ്പർ നോക്കാൻ പോലും തോന്നില്ല. ശരി അപ്പച്ച. അപ്പച്ച ചായ കുടിക്ക്, ഞാൻ അടുക്കളയിലേക്ക് ചെല്ലട്ടെ. ആ മോളെ. അല്ല മോള് ചായ കുടിച്ചോ? ഇല്ല അപ്പച്ച, അമ്മച്ചി ചായ എടുക്കുക. ഞാൻ അപ്പച്ചന് ചായ എന്നിട്ട് കുടിക്കാന്ന് അമ്മച്ചിയോട് പറഞ്ഞു. ആ മോളെ, എന്നാ മോള് പോയി ചായ കുടിക്കുക. ശരി അപ്പച്ച. അവൾ അടുക്കളയിലേക്ക് പോയി. ഇത് ചെത്തിമറ്റം തറവാട്. ഇവിടുത്തെ കാരണവരാണ് ജോൺ മാത്യു. പുള്ളിക്കാരൻ പഴയ ബിസിനസ് സിംഹമാണേ. ഇപ്പോഴും പല ബിസിനസ്സുകളും ചെയ്യുന്നുണ്ട്. ജോണിന്റെ ഭാര്യ മേരിക്കുട്ടി ഒരു വീട്ടമ്മയാണ്. എങ്കിലും ഭർത്താവിനൊപ്പം കട്ട സപ്പോർട്ടായിട്ട് മേരിയും ഉണ്ട്. ജോണിന്റെയും മേരിയുടെയും ഒരേ ഒരു മകനാണ് ആൽബിൻ ജോൺ. അപ്പച്ചനോടൊപ്പം എല്ലാത്തിനും ആൽബിനും ഉണ്ട്. ആൽബിന്റെ ഭാര്യയാണ് ജെനി. ജോണിന്റെ സുഹൃത്തിന്റെ മകളാണ് ജെനി. ജെനി അവരുടെ ബിസിനസ്സിൽ പങ്കാളിയാണ്. ആൽബിനും ജെനിയുമായുള്ള കല്യാണം കഴിഞ്ഞിട്ട് 3 മാസമേ ആയിട്ടുള്ളൂ. എങ്കിലും കുറച്ച് ദിവസം കൊണ്ട് തന്നെ അവൾ ആ വീട്ടിലെ മകളായി. ജോണിനും മേരിക്കും ജീവനാണ് അവളെ. അവൾക്കും അങ്ങനെയാണ്. പക്ഷെ ആൽബിന് മാത്രം അവളെ ഇഷ്ടമല്ല. അവളെ തൻ്റെ ഒരു കാര്യവും ചെയ്യാൻ ആൽബിൻ സമ്മതിക്കില്ല. എപ്പോഴും അവളോട് വെറുതെ വഴക്കുണ്ടാക്കും. അപ്പച്ചനെയും അമ്മച്ചനെയും സങ്കടപ്പെടുത്തണ്ടെന്ന് കരുതി ആൽബിൻ അവരുടെ മുമ്പിൽ വെച്ച് അവളോട് ദേഷ്യം കാണിക്കില്ല. അല്ലാത്തപ്പോൾ അവൻ അവളെ തൊട്ടതിനും പിടിച്ചതിനൊക്കെ വഴക്കുണ്ടാക്കുകയും അവളെ കുത്തുവാക്കുകൾ പറഞ്ഞ് വേദനിപ്പിക്കുകയും ചെയ്യും. അതിനൊരു കാരണമുണ്ട്. ആൽബിനൊരു പ്രണയം ഉണ്ടായിരുന്നു. 2 വർഷം മുമ്പേ തുടങ്ങിയതായിരുന്നു. ജെനിയുടെ കസിനാണ് ആള്. പേര് ജാൻവി. ജെനിയുടെ വീടിനടുത്താണ് ജാൻവിയുടെ വീട്. ആൽബിന്റെ അപ്പച്ചൻ ജോണ് ഇടയ്ക്ക് ഫ്രണ്ടായ ജെനിയുടെ പപ്പയെ കാണാൻ പോകുമായിരുന്നു. ഇടയ്ക്കൊക്കെ ആൽബിനും അപ്പച്ചനൊപ്പം പോകുമായിരുന്നു. അവിടെ വെച്ച് പലപ്പോഴും അവൻ ജാൻവിയെ കാണുമായിരുന്നു. അവൾ ആൽബിനെ ശ്രദ്ധിച്ചിരുന്നു. അങ്ങനെ അവൾക്ക് ആൽബിനോട് ഇഷ്ടം തോന്നി. അതവൾ ആൽബിനോട് പറഞ്ഞു. അവനവൾ ഇഷ്ടമായി. അങ്ങനെ അപ്പച്ചനോടൊപ്പം ആൽബിൻ അവിടേക്ക് വരുന്ന പതിവായി. ജാൻവിയെ കാണാനായിരുന്നു അവൻ അവിടേക്ക് വരുന്നത്. അവർ തമ്മിലുള്ള പ്രണയം ജെനി ഒഴികെ മറ്റാർക്കും അറിയില്ലായിരുന്നു. അവൾ അവർക്ക് കട്ട സപ്പോർട്ടായിരുന്നു. പക്ഷേ പെട്ടെന്നാണ് ഒക്കെ മാറി മറിഞ്ഞത്. ഒരു ദിവസം ജോൺ ജെനിയുടെ പപ്പയോട് ആൽബിനും ജെനിയും തമ്മിലുള്ള വിവാഹത്തെക്കുറിച്ച് പറഞ്ഞു. ജെനിയുടെ വീട്ടുകാർക്ക് അത് സമ്മതമായിരുന്നു. കാരണം ഉറ്റ സുഹൃത്തായ ജോണിനെ വർഷങ്ങളായിട്ട് അറിയാവുന്നതുകൊണ്ട് ജെനിയുടെ വീട്ടുകാർക്ക് അവിടെ തങ്ങളുടെ മകൾ സന്തോഷവതിയായിരിക്കുമെന്ന് അവർക്ക് അറിയാമായിരുന്നു. ജോൺ ജെനിയോട് ആൽബിനെ വിവാഹം കഴിക്കാൻ ഇഷ്ടമാണെന്ന് ചോദിച്ചു. അവൾ അപ്പോൾ തന്നെ സമ്മതം അറിയിച്ചു. അങ്ങനെ ആൽബിനോട് ചോദിക്കാതെ 2 വീട്ടുകാർ അവരുടെ കല്യാണം തീരുമാനിച്ചു. തങ്ങളോട് ഇന്നും തുറന്ന് സംസാരിക്കുന്ന മകന് ഒരു പ്രണയമുണ്ടാകുമെന്ന് അപ്പച്ചനും അമ്മച്ചിയും അറിഞ്ഞിരുന്നില്ല. അങ്ങനെ കല്യാണത്തിന് ഡേറ്റ് ഒക്കെ തീരുമാനിച്ച ശേഷമാണ് ജോൺ ആൽബിനോട് കല്യാണക്കാരും പറഞ്ഞത്. ആൽബിൻ പെട്ടെന്ന് ഷോക്കായി. അവന് എന്തു പറയണമെന്ന് അറിയില്ലായിരുന്നു. കാരണം ജീവിതത്തിൽ ഇന്നുള്ള അപ്പച്ചനെ ധിക്കരിച്ചൊരു കാര്യം അവൻ ചെയ്തിട്ടില്ല. കല്യാണത്തിന് ഡേറ്റ് വരെ ഫിക്സ് ചെയ്തു. വിളിക്കേണ്ടവരെയൊക്കെ വിളിച്ചു. ഒരുക്കങ്ങളെല്ലാം പൂർത്തിയായി. ഇനി താൻ കല്യാണത്തിന് സമ്മതമില്ലെന്ന് പറഞ്ഞാൽ അപ്പച്ചനും അമ്മച്ചിയും ബന്ധുക്കളുടെയും നാട്ടുകാരുടെയും മുമ്പിൽ നാണം കെടുമെന്നുള്ളത് കൊണ്ട് അവൻ വേദനയോടെ തിരിച്ചറിഞ്ഞു. അങ്ങനെ അപ്പച്ചനെയും അമ്മച്ചിയും സങ്കടപ്പെടുത്താതിരിക്കാൻ മനസ്സോടെ അവൻ കല്യാണത്തിന് തയ്യാറായി. പക്ഷേ ജെനിയുടെ സമ്മതത്തോടെയാണ് കല്യാണം നിശ്ചയിച്ചെന്നറിഞ്ഞപ്പോൾ അവളോടുള്ള പക അവനിൽ ആളിക്കത്തി. അവൻ ജാൻവിയോട് അപ്പച്ചനെ സങ്കടപ്പെടുത്താൻ തനിക്കാവില്ലെന്നും എന്നാൽ ഒരിക്കലും താനും ജെനിയുമായി ഒരു ദാമ്പത്യബന്ധം ഉണ്ടാവില്ലെന്നും തന്റെ മനസ്സിൽ ജാൻവി മാത്രമേ മരണം വരെ ഉണ്ടാവൂ എന്ന് അവൻ പറഞ്ഞു. അങ്ങനെ ജെനിയോടുള്ള പക മനസ്സിൽ വെച്ചുകൊണ്ട് തന്നെ ആൽബിൻ അവളുടെ കഴുത്തിൽ മിന്നിയാർത്തി. ജെനിക്കറിയാമായിരുന്നു ആൽബിന് തന്നോട് വെറുപ്പും ദേഷ്യവും മാത്രമാണെന്ന്. പക്ഷെ അപ്പച്ചന്റെ അമ്മച്ചിയുടെ മുഖത്തെ സന്തോഷം കണ്ടപ്പോൾ അവളൊക്കെ മറന്ന് അവരുടെ മകളായി. ആദ്യ രാത്രി തന്നെ ആൽബിൻ തന്റെ ദേഷ്യം ജെനിയോട് പ്രകടിപ്പിച്ചു തുടങ്ങി. അമ്മച്ചി കൊടുത്ത പാലുമായി മുറിക്കകത്തേക്ക് വന്ന അവരുടെ കയ്യിൽ നിന്നും പാൽ ഗ്ലാസ് തട്ടിത്തെറിപ്പിച്ചുകൊണ്ട് ആൽബിൻ തന്റെ പ്രതികാരത്തിന്റെ ആദ്യപടി തുടങ്ങി. നീ എന്താടി പുല്ല കരുതിയത്? എന്നെ ചതിച്ച് എന്റെ കെട്ടിലമ്മയായിട്ട് സുഖമായിട്ടൂടെ വാഴാന്നോ? അത് ഈ ജന്മം നടക്കില്ല. എനിക്ക് ജാൻവിയോടുള്ള ഇഷ്ടം അറിയാമായിരുന്ന നീ തന്നെ ഞങ്ങളെ ചതിക്കുന്ന ഞാൻ കരുതിയില്ലടി. നീ എണ്ണിക്കോ, ഇന്നു മുതൽ നിന്റെ കഷ്ടകാലം തുടങ്ങുക. അവളുടെ നേരെ കൈ ചൂണ്ടി അതും പറഞ്ഞ് അവൻ ഡോർ തുറന്ന് ബാൽക്കണിയിലേക്ക് പോയി. ഇതൊക്കെ നേരത്തെ പ്രതീക്ഷിച്ചിരുന്നായതുകൊണ്ട് അവൾ ഞെട്ടിയില്ല. പക്ഷെ അന്നു മുതൽ ആ മുറിയിൽ അവളുടെ ജീവിതം ദുരിതപൂർണമായിരുന്നു. ആൽബിൻ അവളെ വഴക്ക് പറഞ്ഞും തല്ലിയുമൊക്കെ അവന്റെ ദേഷ്യം അവളോട് തീർത്തു. പക്ഷെ അപ്പച്ചന്റെ അമ്മച്ചിയുടെയും മുമ്പിൽ അവൾ സന്തോഷവതിയായിരുന്നു. വീട്ടുകാര്യങ്ങളിലും ബിസിനസ് കാര്യങ്ങളിലും അവൾ അപ്പച്ചനോടും അമ്മച്ചിയോടൊപ്പം നിന്ന് അവളുടെ കഴിവുകൾ പരമാവധി പ്രയോജനപ്പെടുത്തി. കല്യാണം കഴിഞ്ഞ ശേഷവും ആൽബിൻ ജാൻവിയെ വിളിക്കുകയും അവളെ കാണുകയും ചെയ്തു. വിവാഹം കഴിഞ്ഞ് 8 മാസങ്ങൾ കഴിഞ്ഞിട്ടും ജെനിക്ക് വിശേഷമൊന്നും ആവാത്തതുകൊണ്ട് ഒരു ഡോക്ടറെ കാണാനും എന്തെങ്കിലും പ്രോബ്ലം ഉണ്ടില്ലാതെ നേരത്തെ പരിഹരിക്കാനും ജോണും ഭാര്യയും പറഞ്ഞു. എന്നാൽ ആൽബിന് തന്നെ ചുട്ടിരിക്കാനുള്ള ദേഷ്യമുണ്ടെന്ന് ജെനിക്ക് മനസ്സിലായി. എന്തു നേടാൻ തയ്യാറായിട്ടാണ് ജെനി റൂമിലേക്ക് പോയത്. അല്ല, എന്നാ നിന്റെ ഉദ്ദേശം? റൂമിലേക്ക് കയറി വന്ന ജെനിയെ നോക്കി ആൽബിൻ ചോദിച്ചു.
അവളൊന്നും മിണ്ടാതെ സോഫയിൽ പോയി കിടന്നു. അതുകൊണ്ട് ആൽബിന് ദേഷ്യം വന്നു. അവൻ അവൾക്കടുത്തേക്ക് പാഞ്ഞു വന്ന് അവളുടെ കൈ പിടിച്ച് വലിച്ച് എഴുന്നേൽപ്പിച്ച് അവളുടെ മുടിക്കുതിന് പിടിച്ചുകൊണ്ട് ദേഷ്യത്തോടെ ചോദിച്ചു, "ഡേ പുല്ലേ, എന്താണ് നിനക്ക് ചെവി കേൾക്കില്ലേ? അപ്പച്ചനും അമ്മച്ചയും കയ്യിലെടുത്ത് ഇവിടുത്തെ കെട്ടിലമ്മയായിട്ടൊന്നും കഴിയാന്നാണോ നിന്റെ വിചാരം? അതൊരിക്കലും നടക്കില്ലടി കോപ്പേ." "ആ, എന്റെ മുടി വിട്, എനിക്ക് വേദനിക്കണം." "നിനക്ക് വേദനിക്കുന്നുണ്ടല്ലേ? ഇതിനേക്കാൾ വലുതായിട്ട് എന്റെ ഹൃദയം മുറിഞ്ഞിട്ടുണ്ടടി. നിന്റെ ഈ വേദനയൊന്നും അതിന്റെ മുന്നിൽ ഒന്നുമല്ലടി." അവന്റെ ദേഷ്യം കൂടി വന്നു. പെട്ടെന്ന് തിരിഞ്ഞു നോക്കി ആൽബിൻ കണ്ടത് ഡോറിനരികെ തങ്ങളെ ഞെട്ടലോടെ നോക്കി നിൽക്കുന്ന അമ്മച്ചിയാണ്. പെട്ടെന്ന് അവന്റെ കൈ അവളുടെ മുടിയിൽ നിന്ന് അഴിഞ്ഞു. അവൻ നോക്കുന്ന കണ്ട് ജെനി അങ്ങോട്ടേക്ക് നോക്കി. "അമ്മച്ചി," അവൾ വിളിച്ചു. "എന്തൊക്കെയാടാ ഞാനീ കാണുന്നത്? എന്റെ മോന് പെണ്ണിന്റെ നേരെ കൈ ഉയർത്തുന്നോ?" അമ്മച്ചിയുടെ ശബ്ദം നിറി. "അമ്മച്ചി." ആൽബിനെ എന്തു പറയണമെന്ന് അറിയില്ലായിരുന്നു. "അമ്മച്ചി." ജെനി ഓടിച്ചെന്ന് അവരെ കെട്ടിപ്പിടിച്ച് കരഞ്ഞു. "എന്താ മോളെ ഇതൊക്കെ? നിങ്ങൾ തമ്മിൽ വഴക്കായിരുന്നു ഇത്രയും നാള്?" "അമ്മച്ചി, ഞാനൊന്ന് പറയട്ടെ." ആൽബിൻ പറയാൻ തുടങ്ങിയത് അമ്മച്ചി കൈയുയർത്തി തടഞ്ഞു. "വേണ്ടടാ, നീ ഒന്നും പറയണ്ട. എന്നാലും ഇവളിങ്ങനെ ദ്രോഹിക്കാൻ എങ്ങനെ തോന്നിയിടാ നിനക്ക്?" അവർ ജനിക്ക് നേരെ തിരിഞ്ഞു. "എന്താ മോളെ ഇത്? ഇത്രയും നാൾ നീ ഇവനും കൂടി എല്ലാവരുടെയും മുമ്പിൽ നാടകം കളിക്കായിരുന്നു അല്ലേ?" "എന്നതാടി കാര്യം? ഇത്രയും ഉച്ചത്തിൽ സംസാരിക്കാൻ മാത്രം ഇവിടെ എന്നതാ പ്രശ്നം?" അമ്മച്ചിയുടെ ഉറക്കെയുള്ള ശബ്ദം കേട്ട് അങ്ങോട്ടേക്ക് വന്ന അപ്പച്ചൻ ചോദിച്ചു. കണ്ണുനീരോടെ ആരോടെ കണ്ടതൊക്കെ പറഞ്ഞു. "എന്താ മക്കളെ ഞാൻ ഈ കേൾക്കുന്നത്? നിങ്ങൾ തമ്മിൽ എന്നതാ പ്രോബ്ലം?" "ഞങ്ങൾ തമ്മിൽ പ്രശ്നങ്ങളേ ഉള്ളൂ അപ്പച്ച," ആൽബിൻ പറഞ്ഞു. "എന്താടാ നീ പറയുന്നേ?" "ഞാൻ പറയാം അപ്പച്ച," ജെനി ഇടക്കേറി പറഞ്ഞു. "കല്യാണത്തിന് മുമ്പ് ഇച്ചാനും ജാൻവിയായിട്ട് പ്രണയത്തിലായിരുന്നു. ഇതറിഞ്ഞിട്ട് ഞാൻ ഇച്ചാനായിട്ടുള്ള കല്യാണത്തിന് സമ്മതമെന്ന് പറഞ്ഞുപോയി. അതാ ഇച്ചാൻ എന്നോട് ദേഷ്യം ഉണ്ടാവാനുള്ള കാരണം," ജെനി പറഞ്ഞു. "ഞങ്ങൾ ഈ കേട്ടൊക്കെ സത്യമാണ് ആൽബിൻ?" അപ്പച്ചൻ ചോദിച്ചു. "അതെ അപ്പച്ച, എനിക്ക് ജാൻവിയുടെ സ്ഥാനത്ത് മറ്റാരെയും കാണാൻ കഴിയില്ല. ഈ വഞ്ചികാരൻ എനിക്ക് എൻ്റെ ജാൻവിയെ സങ്കടപ്പെടുത്തേണ്ടി വന്നു. ഇനി എനിക്ക് വയ്യ ഇവിടെ തിരുമോന്ത കാണാൻ. എനിക്ക് എൻ്റെ ജാൻവിയെ വേണം. അവളില്ലാതെ എനിക്ക് പറ്റില്ല അപ്പച്ച." "ആൽബി, ആൽബി!" അമ്മച്ചി അവനെ ദേഷ്യത്തോടെ നോക്കി. "മോനെ, നിന്നോട് സമ്മതം ചോദിക്കാൻ ഞങ്ങൾ നിന്റെ കല്യാണം തീരുമാനിച്ചു. അത് ഞങ്ങളുടെ തെറ്റ് തന്നെയാ. പക്ഷേ ഇപ്പൊ ഇവള് നിന്റെ ഭാര്യ. പരിശുദ്ധമായ ആൾത്താരക്ക് മുമ്പിൽ വെച്ച് കർത്താവിനെ സാക്ഷിയാക്കി നീ മിന്നിട്ടിയ നിന്റെ പെണ്ണ്. സുഖത്തിലും ദുഃഖത്തിലും ഇവളോടൊപ്പം പങ്കു ചേർന്നോളാന്ന് പ്രതിജ്ഞ ചെയ്ത നീ ഇവളെ നിന്റെ ജീവിതത്തിലേക്ക് കൂട്ടിയേ. എന്നിട്ടിപ്പോൾ ആട്ടി ഇറക്കണോടാ നീ ഇവളെ." "അപ്പച്ചൻ എന്തൊക്കെ പറഞ്ഞാലും ഇനി എനിക്ക് ഇവിടെ ചുമക്കാൻ വയ്യ." "ആൽബിൻ." "വേണ്ട അപ്പച്ച, എന്തെങ്കിലും ഒരു ദിവസം ഇങ്ങനെയൊക്കെ നടക്കുന്ന ഞാൻ പ്രതീക്ഷിച്ചതാ. പക്ഷേ ഇത് കുറച്ച് നേരത്തെ ആയിപ്പോയി. ഇച്ചാനൊരിക്കലും എന്നെ അംഗീകരിക്കാനോ സ്നേഹിക്കാനോ കഴിയില്ല. ഞാനിനി ഇവിടെ നിന്ന് ഇച്ചാൻ്റെ ദേഷ്യം കൊടുത്തേ ഉള്ളൂ. ഞാൻ പൊക്കോളാം അപ്പച്ച." "മോളെ, നീ എങ്ങോട്ടും പോണ്ട." അമ്മച്ചിയായിരുന്നു. "പോണ അമ്മച്ചി, ഇനി വൈകി. ഈ അവഗണന എനിക്ക് താങ്ങാനാവുന്നില്ല." അവൾ കരഞ്ഞുപോയി. മോള് സങ്കടപ്പെടാതെ, നമുക്കെല്ലാം ശരിയാക്കാന്നേ." അപ്പച്ചൻ അവൾക്കരിയിലേക്ക് വന്ന് അവളുടെ തോളിൽ കൈവച്ച് പറഞ്ഞു. "ഇല്ല അപ്പച്ച, ഒന്നും ഒരിക്കലും ശരിയാവില്ല." അവൾ ആ നെഞ്ചിൽ വീണ് പൊട്ടിക്കരഞ്ഞു. അതേ അവളെ ചേർത്ത് പിടിച്ച് അവളുടെ തലയിൽ തലോടി. "ഞാൻ പൊക്കോളാം അപ്പച്ച. ഇനി ചേച്ചാനൊരു ഭാരമായിട്ട് ഞാനിവിടെ വേണ്ട. അപ്പച്ചനും അമ്മച്ചി എതിരൊന്നും പറയരുത് പ്ലീസ്." അവൾ അവരുടെ കൈ പിടിച്ച് പറഞ്ഞു. മോളുടെ തീരുമാനം അതാണെങ്കിൽ ഞങ്ങൾ തടയില്ല. അപ്പച്ചൻ കൊണ്ടാക്കാൻ മോളെ വീട്ടിൽ. "വേണ്ട അപ്പച്ച, അപ്പച്ചനോട് യാത്ര പറഞ്ഞു പോകുന്നത് എനിക്ക് സഹിക്കില്ല. ഞാൻ പൊക്കോളാം." ഇത്രയൊക്കെ നടന്നിട്ടും ആൽബിനൊരു കുലുക്കവും ഇല്ലായിരുന്നു. അവൾ ഒഴിഞ്ഞു പോയതിൽ അവൻ ഒത്തിരി സന്തോഷിച്ചു. ജെനി വീട്ടിലെത്തുന്നതിന് മുമ്പ് ജോൺ ജെനിയുടെ പപ്പയെ വിളിച്ച് ഉണ്ടായ കാര്യങ്ങളൊക്കെ പറഞ്ഞു. അവളെ ഒന്നും ചോദിച്ച് സങ്കടപ്പെടുത്തിയതെന്നും പറഞ്ഞു. അതുകൊണ്ട് അവളോട് ആരൊന്നും ചോദിച്ചില്ല. അപ്പച്ചനും അമ്മച്ചിയും എന്നും ജെനിയെ കാണാൻ വരുമായിരുന്നു. ജെനി വീട്ടിലേക്ക് വന്നിട്ട് 1 മാസം കഴിഞ്ഞു. ഒരു ദിവസം ആൽബിൻ അപ്പച്ചനോടും അമ്മച്ചിയോടും ജാൻവി വിവാഹം കഴിക്കണമെന്നും അതിന് ജെനിയെ ഡിവോഴ്സ് ചെയ്യണമെന്നും അഡ്വക്കേറ്റിനെ കാണാൻ പോവുകയാണെന്നും പറഞ്ഞു. ജോണും ഭാര്യയും പ്രതികരിച്ചില്ല. ആൽബിൻ അയച്ച ഡിവോഴ്സ് നോട്ടീസ് ജെനിയുടെ കയ്യിലെത്തി. ഒപ്പം അവളുടെ ഫോണിൽ ആൽബിന്റെ മെസ്സേജും. അവളത് ഓപ്പൺ ചെയ്തു. "എന്നെ ശല്യപ്പെടുത്താൻ എത്രയും വേഗം ഒഴിഞ്ഞാടിയൊന്ന്. ഈ ലോകത്ത് ആൽബിന്റെ പെണ്ണ് ജാൻവി മാത്രമാ. നിനക്ക് അങ്ങനെ ഒരു ലേബൽ പോലും വേണ്ട." മെസ്സേജിനൊപ്പം ആൽബിനും ജാൻവി ഒരുമിച്ചുള്ള ഫോട്ടോയും. ഇതൊക്കെ കണ്ട് ജെനിക്ക് തന്റെ ഹൃദയം കീറി മുറിക്കുന്ന വേദന തോന്നി. അവൾ ഫോണെടുത്ത് അവളുടെ ബെസ്റ്റ് ഫ്രണ്ടായ കീർത്തിയെ വിളിച്ചു. അവൾ എല്ലാ കാര്യങ്ങളും കീർത്തിയോട് പറഞ്ഞു. "മോളെ ജെനി, നീ എന്തൊക്കെയാടി പറയുന്നേ? എനിക്കിതൊന്നും വിശ്വസിക്കാൻ കഴിയുന്നില്ല." "സത്യവാടി, ഞാൻ പറഞ്ഞൊക്കെ സത്യ. ഈ ചൈന എന്നെ..." അവൾ കരഞ്ഞുപോയി. നീ കരയാതെ," കീർത്തി അവളെ ആശ്വസിപ്പിച്ചു. "ആൽബിച്ചാനും ജാൻവിയായിട്ടുള്ള ഇഷ്ടം അറിയായിരുന്നെങ്കിൽ പിന്നെ നീ എന്തിനാ മോളെ കല്യാണത്തിന് സമ്മതിച്ച്? അത് ഈ ചൈന കൂടുതൽ വേദനിക്കാതിരിക്കാൻ." "എന്താ ജെനി നീ പറയുന്നേ? എനിക്ക് മനസ്സിലാവുന്നില്ല."
ഈ ചായൻ അറിയാത്തൊരു കാര്യമുണ്ട്. എനിക്കും ജാൻവിക്ക് മാത്രം അറിയാവുന്ന കാര്യം. അതറിഞ്ഞ ഈ ചായന് താങ്ങാനാവില്ല. ഇപ്പനുള്ള ദേഷ്യത്തിലാണേലും ഈ ചായൻ വേദനിക്കില്ല. അതെന്താടി നിനക്കും ജാൻവിക്ക് മാത്രം അറിയുന്ന കാര്യം? കീർത്തി ചോദിച്ചു. അതിന് ജെനി ആ രഹസ്യം കീർത്തിയോട് പറഞ്ഞു. സത്യമാണോ ജെനി നീ പറയുന്നേ? അതേടി. എന്നാ പിന്നെ എനിക്കിത് ആൽബിച്ചാനോട് പറഞ്ഞൂടായിരുന്നു. ഇച്ചായന് കുറച്ച് സങ്കടവും. പക്ഷെ നിന്നെ ഇങ്ങനെ വേദനിപ്പിക്കില്ലല്ലോ. വേണ്ട കീർത്തി, എൻ്റെ ഇച്ചായൻ തകർന്നു പോകുന്ന എനിക്ക് താങ്ങാനാവില്ല. നിന്റെ ഈ മനസ്സ് കാണാൻ ആൽബിച്ചാനും കഴിയുന്നില്ലല്ലോ മോളെ. കീർത്തി കരച്ചിൽ വന്നു. ഇതൊരിക്കലും മറ്റാരും അറിയരുത് കേട്ടല്ലോ? ഇല്ല കീർത്തി, ഇല്ല, ഞാൻ ആരോടും പറയില്ല, കീർത്തി പറഞ്ഞു. എന്നിട്ട് നീ ഡിവോഴ്സ് പേപ്പറിൽ സൈൻ ചെയ്യാൻ പോവാണോ? അതെടി, ഞാൻ കാരണം ഇച്ചായൻ വിഷമിക്കാൻ പാടില്ല. പക്ഷേ നിങ്ങൾ തമ്മിൽ ഡിവോഴ്സ് കഴിഞ്ഞാലും നിന്റെ ഇച്ചായൻ ആഗ്രഹിക്കുന്ന പോലെ ജാൻവിയെ കെട്ടാൻ കഴിയുമോ? അപ്പോൾ സത്യങ്ങളൊക്കെ അറിയില്ലേ? ജാൻവിയോട് സംസാരിച്ച കോൾ റെക്കോർഡിൻ്റെ ഫോണിലുണ്ട്. അത് ഞാൻ നിനക്ക് സെൻഡ് ചെയ്യാം. നീ അവളോട് പറഞ്ഞാൽ മതി. ഇച്ചായനെ വേദനിപ്പിച്ച ആ കോൾ റെക്കോർഡ്സ് ഇച്ചായനെ കാണിക്കുന്നു. അപ്പോൾ അവൾ ഇച്ചായനെ സങ്കടപ്പെടുത്തില്ല. എൻ്റെ കല്യാണം കഴിഞ്ഞ മുതൽ അവൾ എന്നോട് മിണ്ടില്ല. നീ അവളോട് സംസാരിക്കേ. ഞാൻ എനിക്ക് സെൻഡ് ചെയ്യും. ആ ശരി കീർത്തി, എന്നാൽ നീ വെച്ചോ. ഇപ്പോൾ മനസ്സിലെ ഭാരം ഒന്നൊഴിഞ്ഞ് ഇനി എനിക്ക് മനസ്സമാധാനമായിട്ടൊന്ന് ഉറങ്ങണം. ശരി മോളെ, നീ കിടന്നോ, ഞാൻ പിന്നെ വിളിക്കാം. കീർത്തി കോള് കട്ട് ചെയ്തു. പാവൻ്റെ ജെനി, അവൾ വേദനിക്കുന്നതാണ് എനിക്കാവില്ല. സോറി ജെനി, ഞാൻ നിനക്കന്ന് വാക്കേറ്റിക്കുക. നീ പറഞ്ഞ ആൽബിച്ചായൻ അറിയണം. ആൽബിച്ചാൻ മാത്രമല്ല, എല്ലാവരും. അവൾ അപ്പോൾ തന്നെ ആൽബിയുടെ വീട്ടിൽ പോകാൻ തീരുമാനിച്ചു. ആൽബിൻ ജാൻവിയെ കാണാൻ പോകാൻ ഇറങ്ങിയപ്പോഴാണ് കീർത്തി അങ്ങോട്ടേക്ക് വന്ന് അവളെ കണ്ടതും പുച്ഛത്തോട് ആൽബിൻ അവളോട് ചോദിച്ചു. എന്താ, കൂട്ടുകാരിക്ക് വേണ്ടി വക്കാലത്തോട്ട് വന്നാണോ? ഒരിക്കലുമല്ല. കാരണം എൻ്റെ കൂട്ടുകാരി നിങ്ങളുമായിട്ടുള്ള ബന്ധനെ ആഗ്രഹിക്കുന്നില്ല. അപ്പോഴാണ് അപ്പച്ചനും അമ്മച്ചി അങ്ങോട്ടേക്ക് വന്ന്. ആ കീർത്തി മോളോ, കയറി വാ, അപ്പച്ചൻ പറഞ്ഞു. കാമുക കാണാൻ പോകുന്ന വരവായിരിക്കും അല്ലേ? കീർത്തി ഒരു പുച്ഛത്തോടെ ചോദിച്ചു. ഞാൻ ആരെ കാണാൻ പോലും നിനക്കെന്താടി? ആൽബിൻ, മോള് പറയും. പ്രത്യേകിച്ച് എന്തെങ്കിലും കാര്യമുണ്ടോ മോളെ? ഉണ്ടാമച്ചി, ജെനി എന്നോടൊക്കെ പറഞ്ഞു. അത് കേട്ടപ്പോൾ ഇദ്ദേഹത്തൊന്ന് കാണണം തോന്നി. ആൽബിനെ നോക്കി കീർത്തി പറഞ്ഞു. പുതിയ ഭാര്യയെ കൊണ്ടുവരാൻ പോവല്ലേ, ഒന്ന് അഭിനന്ദിക്കാന്ന് കരുതി. നീ എന്നെ കളിയാക്കുവാണോ? എൻ്റെ മനസ്സിൽ എൻ്റെ ഭാര്യയുടെ സ്ഥാനത്ത് ജാൻവി മാത്രമേ ഉള്ളൂ. ആയിക്കോട്ടെ, അതിന് എനിക്കൊന്നുമില്ല. പക്ഷെ നിങ്ങൾക്കറിയാത്ത ചില കാര്യങ്ങൾ ഞാൻ അറിഞ്ഞു. അത് സത്യമാണോ എന്നറിയണം. എന്ത് കാര്യം? നിങ്ങളും ജാൻവിയും തമ്മിൽ കല്യാണം നടക്കില്ല. ഡീ, രോഷം കൊള്ളേണ്ട മിസ്റ്റർ. ഞാൻ നിങ്ങൾക്ക് 2 കോൾ റെക്കോർഡ്സ് കേൾപ്പിക്കാം. അത് കേട്ടിട്ട് നിങ്ങൾ പറയും. അവളും ജെനിയുമായുള്ളതും ജെനിയും ജാൻവിയുമായുള്ളതുമായ കോൾ റെക്കോർഡ്സ് അവരെ കേൾപ്പിച്ചു. അവർ ഞെട്ടി നിൽക്കുകയായിരുന്നു. കേട്ടല്ലോ അല്ലേ? ഇത് ഞാനും എൻ്റെ കൂട്ടുകാരെയും കെട്ടിച്ചമച്ചാണെന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ? മോളെ, ഇത് അതെ അപ്പച്ച, ജാൻവി അപ്പച്ചൻ്റെ മകനോട് പ്രണയം നടിക്കുകയായിരുന്നു. എന്തിനാണെന്ന് അവിടെ വായിൽ നിന്ന് തന്നെ നിങ്ങൾ കേട്ടല്ലോ അല്ലേ? അവൾക്ക് നിങ്ങളുടെ സ്വത്തിലും പണത്തിലും മാത്രമായിരുന്നു കണ്ണ്. ആൽബിച്ചാനും കിട്ടുന്ന പദവിയും അതിലൂടെ ഉണ്ടാകുന്ന ലക്ഷറി ലൈഫും അത് മാത്രമായിരുന്നു അവൾക്ക് വേണ്ടത്. ഇത് ഇച്ചായനറിഞ്ഞാൽ വേദനിക്കുന്ന കരുതി അവൾ ഇത്ര നാളൊക്കെ ഉള്ളിലൊതുക്കി സ്വയം ഒരുക്കി തീരുകയായിരുന്നു. ഇത്രയ്ക്കായിട്ടും അവളെന്നോട് എന്താ പറയാമെന്നറിയാൻ വെച്ച്. ഇതൊന്നും ഒരിക്കലും ആൽബിച്ചായൻ അറിയരുത്. അറിഞ്ഞാൽ സഹിക്കില്ലെന്ന്. ഓളെ, എൻ്റെ കുഞ്ഞ് എന്തുമാത്രം നേറുന്നുണ്ടാവും. അമ്മച്ചി കരഞ്ഞുപോയി. ഓക്കെ കേട്ട ആൽബിൻ ഒരു ശില പോലെ നിൽക്കുകയായിരുന്നു. ആൽബിൻ, നീ നഷ്ടപ്പെടുത്തിയ നിധിയാടാ ജെനി മോള്, അപ്പച്ചൻ പറഞ്ഞു. അന്ന് ആദ്യമായി ജെനിക്ക് വേണ്ടി ആൽബിൻ്റെ ഉള്ളം വേദനിച്ചു. ഇച്ചായ, നമുക്ക് മോളെ കാണാൻ പോവാം, അമ്മച്ചി പറഞ്ഞു. പോവാടാ. അപ്പോഴാണ് ജോണിന്റെ ഫോൺ റിങ് ചെയ്തത്. ജെനിയുടെ പപ്പ തോമസ് ആയിരുന്നു വിളിക്കുന്നത്. ഹലോ, എന്താടാ പറയ്. ജോണേ. തോമസ് പൊട്ടിക്കരയായിരുന്നു. തോമസേ, എന്താടാ നീ എന്തിനാണ് കരയുന്നേ? ആ മോൾക്ക് ഇത് പറ്റി? ജോണിന്റെ മുഖത്ത് പേടി നിറഞ്ഞു. മോള് ജീവിതം അവസാനിപ്പിക്കാൻ നോക്കിയടാ. ഇപ്പൊ സിറ്റി ഹോസ്പിറ്റലിലാ. എന്താ നീ എന്താ പറഞ്ഞ്? ജോണിന്റെ കണ്ണ് നിറഞ്ഞു. അതുകൊണ്ട് ഭാര്യ ചോദിച്ചു, എന്നതാ ഇച്ചായ, മോൾക്ക് എന്താ പറ്റി? അവള് നമ്മളെയൊക്കെ തനിച്ചാക്കി അങ്ങ് കർത്താവിൻ്റെ അടുത്തേക്ക് പോകാൻ ശ്രമിച്ചെന്ന്. അയ്യോ ഇച്ചായ, നമ്മുടെ മോള്. താൻ കരയാതെടോ, മോള് സിറ്റി ഹോസ്പിറ്റലുണ്ട്, നമുക്ക് വേഗം പോവാം. അപ്പൊ അവളെ എല്ലാം മറന്ന് ഉറങ്ങണമെന്ന് എന്നോട് പറഞ്ഞ് ഇതിനായിരുന്നു. കീർത്തി പൊട്ടിക്കരഞ്ഞു. മോളെ കരയാതെ, അവൾക്കൊന്നും പറ്റില്ല. കർത്താവ് നമ്മളെ കൈവിടത്തില്ല. നിനക്ക് സമാധാനമായാലോടാ. ഇനി നീ നിന്റെ ഇഷ്ടം പോലെ സന്തോഷമായിട്ട് ജീവിച്ചോ, അപ്പച്ചൻ പറഞ്ഞു. വാ മോളെ, നമുക്ക് ഹോസ്പിറ്റലിലേക്ക് പോവാം. അവര് പോവാനായി ഇറങ്ങിയപ്പോൾ ആൽബിൻ ഓടി വന്ന കാറിന്റെ ഡ്രൈവിംഗ് സീറ്റിൽ കയറി. എല്ലാവരും അവരെ നോക്കി. എനിക്ക് കാണണം അപ്പച്ചൻ്റെ ജിനിയെ. അവിടെ കാലുപിടിച്ച് സർവാപരാധങ്ങൾ ഏറ്റു പറയണം എനിക്ക്. അവന്റെ കണ്ണുകൾ നിറഞ്ഞു തൂവി. അവർ ഹോസ്പിറ്റലിൽ എത്തി. തോമസേ, ഡാ എൻ്റെ മോള്. കരയാതെടാ, മോള് നമ്മളെ വിട്ടു പോവില്ല. അവൾക്കതിന് കഴിയില്ല. അപ്പോഴാണ് ഡോക്ടർ ഇറങ്ങി വന്നു.
ആ അപകടത്തിൽ തരണം ചെയ്തിട്ടില്ല. 48 മണിക്കൂർ കഴിഞ്ഞാൽ എന്തെങ്കിലും പറയാനാവും. ഡോക്ടർ അവിടുന്ന് പോയി. എല്ലാവരുടെയും മനസ്സ് അവൾക്ക് വേണ്ടിയുള്ള പ്രാർത്ഥനകളാൽ നിറഞ്ഞു. ആൽബിൻ മനമുരുകി കർത്താവിനോട് പ്രാർത്ഥിച്ചു തൻ്റെ ഭാര്യയ്ക്ക് വേണ്ടി. 3 ദിവസത്തിന് ശേഷം അവൾക്ക് ബോധം വന്നു. എല്ലാവരും അവളെ കണ്ടു. ആൽബിൻ അവളെ ഫേസ് ചെയ്യാൻ മടി തോന്നി. എന്നാൽ അവളെ റൂമിലോട്ട് ഷിഫ്റ്റ് ചെയ്തന്ന് അവനവളെ കാണാൻ വന്നു. റൂമിൽ എല്ലാവരും ഉണ്ടായിരുന്നു. അപ്പോഴാണ് ആൽബിൻ അങ്ങോട്ടേക്ക് വന്നത്. അവൻ വന്നു എല്ലാവരും ഇവിടുന്ന് പുറത്തിറങ്ങി. അവിടെ ആൽബിനും ജെനിയും മാത്രമായി. അവൾ അവനെ നോക്കിയില്ല. അവൻ അവൾക്കടുത്തേക്ക് പോയി അവളുടെ കാൽ പിടിച്ച് കരഞ്ഞു. ജെനി ഞെട്ടി എഴുന്നേറ്റ്. ഇച്ചയ എന്താ ഇത്? അവൾ കാലുകൾ പിന്നോട്ട് വലിച്ചു. അവൻ എഴുന്നേറ്റ് അവൾക്കരികിൽ പോയി അവളുടെ കരം കവർന്നു. മാപ്പ് ചോദിക്കാൻ അർഹത പോലും ഇല്ലെന്നറിയാം. എന്നാലും മാപ്പ്. നിന്റെ ഇച്ഛായനൊരു അവസരം തരുമോ മോളെ? നീ നിന്റെ ഈ ദുഷ്ടനായ ഇച്ഛനോട് ക്ഷമിക്കാൻ നിനക്കാവൂടി. ഞാൻ നിന്നെ സ്നേഹിച്ച് തുടങ്ങിക്കോട്ടെ. അവൻ അവളുടെ കയ്യിൽ മുഖം ചേർത്ത് കരഞ്ഞു. ഇച്ചായ എന്താ ഇത്? ഇങ്ങനെ കരയില്ലേ? അവൾ അവനെ ആശ്വസിപ്പിച്ചു. അവൻ അവൾ വലിച്ചു തന്നെ നെഞ്ചിലേക്കിട്ട് അവളെ ഇറുകെ പുഴന്നു. അവളുടെ മുഖം മുഴുവൻ ചുംബനങ്ങളാൽ മൂടി. അവളെ തന്നെ മാറോട് ചേർത്തു. അവളുടെ മുറിവേറ്റ കൈ പിടിച്ച് അതിൽ അവൻ ചുണ്ട് ചേർത്തു. അവളെ മാറോട് ചേർത്തു. ഇച്ചായ പേടിച്ചു പോയോ? പേടിച്ചോന്നു? കഴിഞ്ഞ 3 ദിവസം ICUവിൻ്റെ മുമ്പിൽ ചത്ത മനസ്സായിട്ട് ഇരിക്കായിരുന്നു പെണ്ണ് ഞാൻ. നിനക്കെന്തെങ്കിലും പറ്റിയിരുന്നെങ്കിൽ സത്യമായിട്ടും ഞാനും വന്നേനെ നിൻ്റെ കൂടെ. ഇനി എനിക്ക് നീയില്ലാതെ പറ്റില്ല പെണ്ണെ. ഇത്ര നാളും നിന്നെ വേദനിപ്പിച്ചതിന് ഈ ജന്മം മുഴുവൻ നിന്നെ സ്നേഹിച്ചാലും പകരാവില്ല. അപ്പച്ചൻ പറഞ്ഞ ശരിയാ. നീ എൻ്റെ പുണ്യാണിടി മോളെ, ഈ ആൽബിൻ്റെ നിധി. അവൻ അവളുടെ നെറുകിൽ ഉമ്മ വെച്ച് അവളെ നെഞ്ചോട് ചേർത്തു. അങ്ങനെ ജെനി വീണ്ടും ആൽബിൻ്റെ വീട്ടിലേക്ക് പോയി. എന്നാൽ ഇത്തവണ നിറഞ്ഞ മനസ്സോടെയാണ് അവൾ പോയത്. എല്ലാവർക്കും ഒത്തിരി സന്തോഷമായി. ആൽബിൻ ജാനുവരി വിളിച്ചാൽ അസ്സിൽ കണ്ണുപൊട്ടുന്ന ചീത്ത വിളിച്ചു. ഇനി അവൻ്റെ ജീവിതത്തിൽ അവൻ്റെ ഭാര്യ ജെനി മാത്രമേ ഉണ്ടാവൂ എന്ന് അവളോട് പറഞ്ഞു. അങ്ങനെ അന്നു മുതൽ ആൽബിനും അവൻ്റെ പെണ്ണും സന്തോഷത്തോടെ ഒരു മനസ്സൊരു ശരീരവുമായി ജീവിക്കാൻ തുടങ്ങി.